ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ ഈ അധ്യായത്തിലേക്ക് കടക്കാം. ശനി നിന്റെ വീട്ടിൽ അസ്ഥിരതയും അനുഗ്രഹവും ഒന്നിച്ചു നടക്കും. ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ജനുവരി 20 മുതൽ 2026 മെയ് 16 വരെ ശനി സ്വനക്ഷത്രമായിട്ടുള്ള ഉത്രട്ടാതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശനിയുടെ ഈ ബലവർധന മീനക്കൂറുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിത്തരും എന്ന് പരിശോധിക്കാം. മീനക്കൂറുകാർക്ക് 11ഉം 12ഉം ഭാവാധിപനാണ് ശനി. 7 ശനിയിൽ ജന്മശനിക്കാലമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. കഠിനാധ്വാനത്തിന് ഫലം കാണാൻ സാധിക്കുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും ഉണ്ടാകുന്നതാണ്. ധനനിക്ഷേപങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ധനാഗമനം വർദ്ധിക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പല ആഗ്രഹങ്ങളും സാധിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായി ചില ധനച്ചെലവുകളും വന്നു ചേരാം. ചികിത്സകൾ ആവശ്യമായോ ദൂരദേശ യാത്രയ്ക്കായി ധനച്ചെലവുകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. വരവിനനുസരിച്ച് ചെലവുകളും ഉണ്ടാകുന്നതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും സാഹചര്യം ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹിക ബന്ധം വളരുന്നത് വഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏകാന്തത, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ദൈവാധീനം പൂർണ്ണമായി വർദ്ധിപ്പിച്ചെടുക്കേണ്ടതാണ്. മാനസിക സംഘർഷം, ഭയം എന്നിവ അനുഭവപ്പെടുന്നതാണ്. യോഗ ശീലമാക്കുന്നത് മീനക്കൂറുകാർക്ക് ഗുണം ചെയ്യും. അന്നദാനം സമർപ്പിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്നതുമാണ്. അതൊക്കെ ഗുണകരമായി തീരുന്നതുമാണ്. ശനി ശിക്ഷിക്കുന്നില്ല, അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുപായസം, നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന സമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും
ബെല്ലൈക്കണിൽ ഒന്നമർത്തു. കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.